ദൈവത്തിന് മഹത്വം. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ പകച്ചു നിൽക്കേണ്ടി വന്ന ദാവീദിന് അത്യുന്നതനായ ദൈവം തുണയായി നിന്ന് ജീവിതത്തിൻ്റെ പാതകളിൽ ആശ്രയമായി, അഭയമായി തന്നെ നയിച്ച ജീവിത ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കാലങ്ങളിലും എപ്പോഴും ദൈവജനത്തിന് ആവേശവും പ്രത്യാശയും നൽകുന്നതാണ്. നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ദൂതുകൾ ദൈവം ദാവീദിനോട് അരുളി ചെയ്തിട്ട് ആ ദൂതുകളുടെ നിവർത്തി തൻ്റെ തലമുറയിലൂടെ നിവർത്തിക്കപ്പെടുവാൻ പോകുന്നത് തൻ്റെ ജീവിതകാലത്തിൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക പ്രസാദം എന്തെന്നൊക്കെ രേഖപ്പെടുത്തി ദാവീദിനോട് നാഥാൻ പറയുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഭവനവും എന്തുള്ളൂ? ദൈവ ജനമായ ഇസ്രയേലിന് പ്രഭുവായിരിക്കേണ്ടതിന് പുൽപ്പുറങ്ങളിൽ നിന്ന് ആടുകളെ നോക്കുമ്പോൾ എടുക്കപ്പെട്ട ദാവീദ് താൻ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും തന്നോടുകൂടെ ദൈവം ഇരുന്ന് ശത്രുക്കളെ തൻ്റെ മുൻപിൽ ഛേദിച്ചു കളഞ്ഞ് ഭൂമിയിലുള്ള ശ്രേഷ്ഠന്മാരുടെ പേരിനോടുകൂടെ ദാവീദിൻ്റെ പേര് ചേർത്ത് വെച്ച് ദാവീദിനും ദാവീദിൻ്റെ തലമുറയ്ക്കും രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കൃപ ഓർക്കുമ്പോൾ ദാവീദ് വേറിട്ട് പോയി ഇരുന്നത് ദൈവത്തോടുള്ള സാന്നിധ്യത്തിൽ ഇരുന്നു എന്നാണ്. ദൈവത്തോടുള്ള സാന്നിധ്യത്തിൽ ഇരുന്ന് വാതുറന്ന് ഹൃദയം നിറഞ്ഞ് മനസ്സ് പകർന്ന് പ്രാർത്ഥിക്കുന്നു, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എന്തുള്ളൂ? നിങ്ങൾ നടന്ന വഴികളെ ഓർത്തുകൊള്ളുവീൻ എന്ന പ്രവാചകന്റെ വാക്യം ശ്രദ്ധേയമാണ്. നടന്നു വന്ന പാതകളെ സൂക്ഷിച്ചു നോക്കുന്ന ദാവീദ് വീട്ടുകാർക്കും സഹോദരങ്ങൾക്കും ചാർച്ചക്കാർക്കും പ്രിയപ്പെട്ടവർക്കും താനൊരു ബാധ്യത എന്ന് നിശ്ചയിച്ച ഒരു കാലഘട്ടത്തിൽ അത്യുന്നതനായ ദൈവം തൻ്റെ അഭിഷേകം ദാവീദിൻ്റെ മേൽ ചൊരിഞ്ഞ് ദൈവം പറഞ്ഞു, നീ എനിക്കൊരു ബാധ്യതയല്ല, നീ എനിക്കൊരു അസറ്റാണ്, നീ എനിക്കൊരു അഭിമാനമാണ്. ഇന്നത്തെ ദിവസം ജീവിതത്തിൻ്റെ യാത്രയിൽ പുറകോട്ട് നോക്കുമ്പോൾ പലർക്കും ബാധ്യതയെന്ന്, പലർക്കും നിന്ദയായി, പലർക്കും താഴ്ചയായി, വേദനയായി, പരിഹാസ വിഷയമായി, അംഗീകരിക്കാനോ സ്നേഹിക്കപ്പെടുവാനോ കൂടെ നിർത്തുവാനോ കഴിയാത്ത ഒരു പറ്റം ജീവിതയാത്രയിൽ പിന്നിട്ട മനുഷ്യക്കോലങ്ങളുടെ മുൻപിൽ അവർക്ക് നമ്മൾ ഒരു ബാധ്യതയായി തീരും എന്ന് തോന്നി അകലം പാലിച്ച് അകന്നു നിന്നപ്പോൾ ദൈവം നമ്മോട് പറഞ്ഞു, ഞാൻ നിന്നെ പുൽപ്പുറങ്ങളിൽ എടുത്ത് എൻ്റെ ജനത്തിൻ്റെ മുൻപിൽ പ്രഭുവായി അഭിഷേകം ചെയ്തിരിക്കുന്നത് അവർക്ക് നീ ഒരു ബാധ്യതയാകില്ല,
നീ എനിക്കൊരു അസറ്റാകും. ഇന്നത്തെ ദിവസം ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. നിങ്ങൾ ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു അസറ്റാണ്, ദൈവത്തിൻ്റെ ഒരു നിക്ഷേപമാണ്. ദൈവത്തിന് നിങ്ങൾ അഭിമാനമാണ്. ആകയാൽ ദൈവസന്നിധിയിൽ നന്ദിയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായി തുടരാം. കർത്താവേ, തന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. സ്വർഗീയമായ സഹായങ്ങളും കടാക്ഷങ്ങളും പ്രാർത്ഥന മറുപടികളും നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.